പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച വാർത്തയിലേക്ക് വരാം. അട്ടപ്പാടിയിലാണ് വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം ഉണ്ടായത്. വനവാസി യുവാവ് കൊല്ലപ്പെട്ടു. ചീരക്കടവ് രാജീവ് കോളനിയിൽ വെള്ളിങ്കിരിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. പശുക്കളെ മേയ്ക്കാൻ പോയ യുവാവ് വൈകിട്ട് തിരിച്ചു വരാത്തതിനെ തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചു. അവർ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് അട്ടപ്പാടിയിൽ പ്രത്യേകിച്ചും കാട്ടാനകളുടെ ആക്രമണം, പൊതുവെ വന്യജീവികളുടെ ആക്രമണം ഈ മേഖലയിൽ വളരെ കൂടുതലാണ്. അതിലേറ്റവും സങ്കീർണമായി നിൽക്കുന്നത് കാട്ടാനയുടെ ശല്യം തന്നെയാണ്. കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ഒരു വനവാസി യുവാവ് കൊല്ലപ്പെടുകയാണ്. എന്തായാലും യുവാവിനെ കാണാതെ വന്നതോടെ വനത്തിനുള്ളിൽ വനം വകുപ്പ് നടത്തിയ തെരച്ചിലാണ് കാട്ടാനയാണ് കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്തിയത്. മൃതദേഹം ലഭിച്ചിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ അരുണാലത്തു. വിനോദ്, അട്ടപ്പാടിയിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു ആൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. 40 വയസ്സ് മാത്രം പ്രായമുള്ള വെള്ളിങ്കിരി എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഈ വനവാസി യുവാവ് പശു മേയ്ക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം തിരികെ വീട്ടിലെത്താതായതോടുകൂടെ തന്നെ ബന്ധുക്കളും മറ്റും വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി. എന്നിട്ടും ഈ യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. വനം വകുപ്പും മറ്റുമൊക്കെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിന് ഒടുവിലാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ തരത്തിൽ വെള്ളിങ്കിരിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് തുടർക്കഥയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ജില്ലയിൽ അടുത്തിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ വ്യക്തിയാണ് ഈ വെള്ളിങ്കിരി എന്ന 40 വയസ്സുകാരൻ. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ വ്യാപകമായി കൃഷിയും അതുപോലെ തന്നെ ആളുകളുടെ വീടുകളും വാഹനങ്ങളും ഒക്കെ തകർക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ജീവഹാനികളും വലിയ രീതിയിൽ തുടരുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ജില്ലയിൽ നടന്നതാണ്. BJPയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് DF ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ ജില്ലയിൽ നടത്തിയതാണ്. അന്ന് വനംവകുപ്പ് മന്ത്രി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല, ഇതിൽ കൃത്യമായ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം വാക്കുകളൊക്കെ പാഴ്വാക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ മനുഷ്യഹാനി സംഭവിക്കുന്നു, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി തുടരുന്നു എന്നുള്ളതാണ് വിനോദ്. അതെ, എന്തായാലും ഈ അടുത്ത കാലത്ത് ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ 4 പേർ മരിച്ചു എന്നുള്ള വളരെ സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നാട്ടുകാരനായിട്ടുള്ള സൽജു നമുക്കൊപ്പം ചേരുന്നു. സൽജു, അട്ടപ്പാടിയിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. വെള്ളിങ്കിരി എന്ന് പറയുന്ന 40 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു. കാട്ടാന ശല്യം ഇവിടെ രൂക്ഷമാണ്. ഇത്തരം വന്യജീവികളുടെ ആക്രമണം തടയാൻ വനം വകുപ്പോ അധികാരികളോ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. കൂടുതൽ വിവരങ്ങൾ സൽജു. നമസ്കാരം. അട്ടപ്പാടിയില് നിരന്തരമായിട്ട് എല്ലാ ദിവസവും കാട്ടാനാക്രമണം ഉണ്ട്. അതായത് പുത്തൂര്, ഷോളയൂര് 3 പഞ്ചായത്തിലും നിരന്തരമായിട്ട് ആനയുടെ ആക്രമണമാണ് നിലവിലുള്ളത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള നാട്ടുകാര് പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത്. എല്ലാവരുടെയും വീടുകളിൽ രാത്രിക്ക് വാതിൽ തുറന്നു കഴിഞ്ഞാൽ മുറ്റത്ത് ആന വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം അട്ടപ്പാടിയിൽ നിലവിലുണ്ട്. കേരളത്തിലുള്ള മറ്റുള്ള ഏരിയയെ സംബന്ധിച്ച് ഏറ്റവും രൂക്ഷമായിട്ട് കാട്ടാനയുടെ ആക്രമണം നേരിടുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി. പക്ഷേ അതിന് തക്കതായിട്ടുള്ള ഒരു പ്രതിവിധിയും നിലവിൽ ഇന്ന് അട്ടപ്പാടിയിലില്ല. ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഇതിന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന യാതൊരു നടപടികളും ഇന്ന് അട്ടപ്പാടിയിൽ ഇല്ല. പലരും തലനാരിഴയ്ക്ക് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയും അതുപോലെ വണ്ടികൾ ആക്രമിക്കുക, വീട് ആക്രമിക്കുക, ഇതൊക്കെ നിരന്തരമായിട്ട് ഉള്ള ഒരു ഇത്. ഞങ്ങൾക്കൊരു പുത്തിരിയായിട്ടുള്ള ഒരു വാർത്തയല്ല ഇങ്ങനെ ഒരാൾ മരിക്കുക എന്നുള്ളത്. ഇവിടെ നിരന്തരം ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് യാതൊരു രീതിയിലുള്ള വാർത്താ പ്രാധാന്യങ്ങളോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ രീതിയിലുള്ള ഇതോ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലെ ഫോറസ്റ്റിന്റെ തലത്തിൽ ഒരു രീതിയിലുള്ള നടപടികളും നിലവിൽ ഇന്ന് വരെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സത്യമാണ്. സൽജു, ഒരു കാര്യം കൂടി, ഈ സാധാരണ നാട്ടുകാരെ പോലെയല്ലല്ലോ വനവാസികൾ എന്ന് പറയുമ്പോൾ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. വനത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കൃത്യമായി അറിയുന്നവരാണ്. പ്രത്യേകിച്ചും ആനകളൊക്കെ ആവുമ്പോൾ അത് സഞ്ചരിക്കുന്നതിന് കൃത്യമായ പാതകളുണ്ട്, ആനപ്പാതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അതുവഴി ഈ ആനത്താരകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിയുന്നവരാണ് വനവാസികളൊക്കെ. അപ്പോൾ സ്വാഭാവികമായും വനത്തിൻ്റെ സ്വഭാവം അറിയുന്ന ഇവർ കൂടി ഇത്തരം കാട്ടാനകളുടെ ആക്രമണത്തിന് അല്ലെങ്കിൽ കാട്ടാന ഇവരെ കൂടി ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ആനകൾ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും വീണ്ടും പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണോ സൽജു?
നിലവില് പഴയ കാലത്തിനേക്കാളും കൂടുതലായിട്ട് ആനകള് നാട്ടിൽ കൂടിയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. അത് നേരത്തെ ഒരു സ്ഥിരമായിട്ട് ഒരു വഴിയിൽ കൂടിയാണ് ആനകൾ വന്നിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ടൗണിൽ കൂടി ആയിരിക്കും. ഇതിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമായിട്ടുണ്ട്. പിന്നെ ഇതില് വൻ രീതിയിലുള്ള ഭൂമാഫിയുടെ കടന്നുകയറ്റങ്ങളൊക്കെ ആനത്താര അടയ്ക്കുന്നതിനും അങ്ങനെയുള്ളതൊക്കെ വഴി തെളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന വഴി അവര് അടയ്ക്കുകയും അതുമൂലം ആന മറ്റുള്ള ഭാഗത്തേക്ക് ഇറങ്ങുകയും അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. പിന്നെ ആനയുടെ എണ്ണം പെരുകിയതും ഒരു കാരണമാണ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഒന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലെ ആനയ്ക്ക് ഭക്ഷ്യയോഗ്യമായ ഒരു സാധനങ്ങളും ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് നട്ടു വളർത്തുകയോ അവർക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ സൗകര്യം ചെയ്തു കൊടുക്കുകയോ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആനകൾക്ക് കാട്ടിനുള്ളിൽ അവര് നല്ലൊരു ടാങ്ക് ഉണ്ടാക്കി അതിലേക്ക് വെള്ളം നിറയ്ക്കുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ആനകൾ അവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് തിരികെ പോകും. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷ്യയോഗ്യമായ ഫലവൃക്ഷ തൈകൾ കാട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർക്കത് പ്ലാവ് അങ്ങനെയുള്ള മാവ് ഇങ്ങനെയുള്ള ഇനങ്ങളൊക്കെ കാട്ടിനുള്ളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആനകൾക്ക് ഒരു പരിധി വരെ അതിൽ നിന്ന് തീറ്റ കിട്ടും. ഇത് കാട്ടിൽ ഒന്നും ചെയ്യുന്നുമില്ല. അതുകൊണ്ട് ആനകൾ തീറ്റ തേടിയും വെള്ളം തേടിയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അതിൽ ഭൂരിഭാഗം പേരും ഇരയാകുന്നത് വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. കാരണം വനത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നവരാണ്. പിന്നെ ആട് മേയ്ക്കാനും അല്ലെങ്കിൽ മാട് മേയ്ക്കാനൊക്കെ വനവികാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വനമേഖലയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ വനത്തിലേക്ക് പോകുന്ന സമയത്ത് ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. അതെ, വളരെ വ്യക്തമാണ്. സൽജു ആണ് കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഇപ്പോൾ വനത്തിൻ്റെ പഴയ അവസ്ഥയൊക്കെ മാറിയിരിക്കുന്നു. ആനകളുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുന്നു. ആനകൾ പഴയ രൂപത്തിൽ ആനത്താരകളിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്. അതിന് ആഹാരം ലഭിക്കാത്ത സാഹചര്യം വനത്തിനുള്ളിലുണ്ട്. വെള്ളം കുടിക്കാൻ പോലും അത് നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. സൽജു ആണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കൃത്യമായി പറഞ്ഞത്. അരുൺ ആലത്തൂർ, ഇവിടെ സൽജു ആ നാട്ടുകാരനാണ്, ആ നാടിനെ പറ്റി കൃത്യമായി അറിയാവുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാടിനുള്ളിൽ ആനകൾക്ക് ആഹാരമില്ല, വെള്ളമില്ല. സ്വാഭാവികമായി അതുകൊണ്ട് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ കാടിനുള്ളിൽ വെച്ച് പിടിപ്പിക്കാൻ ഫോറസ്റ്റ് ആകട്ടെ വനം വകുപ്പാകട്ടെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതൊക്കെ തന്നെ ഈ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ടല്ലോ അരുൺ ആലത്തൂർ. തീർച്ചയായിട്ടും വിനോദ്, ഒന്ന് ഈ വനത്തിനകത്ത് വെള്ളവും ഭക്ഷണവും കിട്ടാതാവുന്നതോടുകൂടെയാണ് ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ വനമേഖലയിലെ ജനവാസ മേഖലയും വനമേഖലയും വേർതിരിച്ചുകൊണ്ട് അവിടെ കാട്ടിൽ നിന്നും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പലയിടത്തും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ വാരിക്കുഴി തീർക്കുന്നത് ഉൾപ്പെടെ വളരെ അത്യാധുനിക സംവിധാനങ്ങൾ വരെ നമുക്ക് കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമെന്നുള്ളതാണ്. ഈ പ്രദേശത്തെ ഇപ്പോൾ ഈ 40-കാരൻ മരിച്ചിരിക്കുന്ന വെള്ളിങ്കിരി എന്ന 40-കാരൻ മരിച്ചിരിക്കുന്ന ഈ പ്രദേശത്താണെങ്കിൽ ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മെയ് 31-ാം തീയതിയാണ് മല്ലൻ എന്നൊരു വനവാസി ഇതേ സ്ഥലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. സമാന സാഹചര്യം തന്നെയായിരുന്നു. അതായത് ഈ മല്ലൻ പശുവിനെ മേയ്ക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് പോയതാണ്. അതിനുശേഷം പിന്നീട് തിരികെ വീട്ടിലെത്താതായതോടുകൂടെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അന്വേഷിച്ച് ചെന്നു. ആ സമയത്ത് മല്ലനെ ഇത്തരത്തിൽ കാട്ടാൻ ആക്രമിച്ച തരത്തിൽ കണ്ടെത്തി. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വാരിയലിന് ഉൾപ്പെടെ പൊട്ടലേറ്റ് പിന്നീട് ഈ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നതിനിടെ മല്ലൻ മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ മെയ് 31-ാം തീയതി ഉണ്ടായത്. അതേ പ്രദേശത്ത് സമാന രീതിയിൽ തന്നെ പശുവിനെ മേയ്ക്കാൻ പോകുന്നു. നേരത്തെ മരിച്ചത് മല്ലൻ എന്ന വയോധികനാണെങ്കിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു 40 വയസ്സുകാരനാണ് എന്നുള്ളതാണ്. വനവാസി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്നുള്ളത് കൃഷിയും അതുപോലെ തന്നെ ഈ പശു വളർത്തുന്നതും ആട് വളർത്തുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരം അവരുടെ ഉപജീവനം പുലർത്തുന്നതിന് വേണ്ടിയുള്ള ദൈനംദിനമായിട്ട് അവർ ഈ പശു മേയ്ക്കുന്നതിനോ ആട് മേയ്ക്കുന്നതിനോ ഒക്കെ പോകുമ്പോൾ അവിടെ അവർക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നില്ല. വീട്ടിന് പുറത്തിറങ്ങുന്നതേ വലിയ ഭീഷണിയാണ്. ഒപ്പം തന്നെ ഈ പശുവിനും ആടിനെയൊക്കെ മേയ്ക്കാൻ പോകുമ്പോൾ വന്യജീവികളുടെ സതീഷ് കൂടി ചേർന്നു. സതീഷ്, അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ 40-കാരൻ മരിച്ചിരിക്കുന്നു. അവിടെ കാട്ടാനകളുടെ ആക്രമണം ചെറുക്കാനായി വനം വകുപ്പ് നിലവിൽ എന്ത് സംവിധാനമാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഫെൻസിങ്, അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ, വേലികൾ,
അതൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതോ ഇത് തുടർച്ചയായി മരണങ്ങൾ ഉണ്ടാകുന്നു, വനം വകുപ്പ് ഒന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, അങ്ങനെയാണോ സതീഷ്? നിലവിൽ ഇവിടെ ഒരു ഫെൻസിങ്ങും ചെയ്തിട്ടില്ല. പ്ലാന് വരുമ്പോ RRT ടീം മാത്രം വരും, നമ്മൾ വിളിച്ചു പറയും, അവര് വരും, നോക്കിയിട്ട് പോകും, ഓടിച്ചു വിടും. ഇപ്പൊ നിലവില് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, തുടരാം സതീഷ്, തുടരാം. നിലവില് അങ്ങനെ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. RRT ടീം നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ അവര് വരും, അവര് നോക്കിയിട്ട് പോകും. ഏകദേശം ഇപ്പൊ 5-6 മരണമായി നമ്മുടെ ചുറ്റുവട്ടം തന്നെയാണ്. ഇപ്പോ മരിച്ച സ്ഥലത്ത് ഒരു മാസം മുമ്പ് ഒരു മരണം നടന്നിട്ടുള്ളൂ. അതെ, മെയ് 30-നാണ്. അതെ. അപ്പൊ ഒരു മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു മരണമാണ്. ആനകളുടെ ശല്യം 5 മണി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിലവിൽ അട്ടപ്പാടി ഉള്ളത്. ഒരു ഹോസ്പിറ്റൽ എമർജൻസി വരുവാണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനോ യാത്ര ചെയ്യാനോ കഴിയാത്തത്ര ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ അട്ടപ്പാടിയിലെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സർക്കാർ നടപടികളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. ഫെൻസിംഗ് എന്തെങ്കിലും ഇട്ട് തരുവാണെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഗവൺമെന്റ് ഒരു നടപടിയും എടുത്തിട്ടില്ല. ഫോറസ്റ്റുകാരും ഫെൻസിങ്ങിന്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ മുൻകാലങ്ങളിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണോ ഇത്, അതോ ഈ അടുത്ത കാലത്താണോ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം ഈ മേഖലയിൽ ശക്തിപ്പെടുന്നത് സതീഷ്? കാരണം നമുക്കൊരു 4 വർഷമായിട്ടാണ് ശരിക്കും ഈ കാട്ടാനയുടെ ശല്യം ഇത്രയും അധികമായത്. ഒരു 5 കൊല്ലം മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ 4 വർഷമായിട്ടാണ് ഈ കാട്ടാനയുടെ ശല്യം ഇത്രയും രൂക്ഷമായി വന്നിട്ടുള്ളത്. ഇപ്പൊ കാവന്റിയിൽ ഒരു വീട്ടിൽ വന്നിട്ടാണ് ഒരു യുവതിയെ കാട്ടാന കുത്തി കൊന്നത്. അപ്പൊ അവിടെ തൊട്ട് നിരവധി മരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 2 വർഷം, ഒരു 1.5-2 വർഷമായിട്ട് നമുക്കിപ്പോ വൈകുന്നേരം മാത്രമല്ല, ഏത് സമയത്ത് വേണമെങ്കിലും ആന മുമ്പിൽ ചെന്ന് ചാടാം. ആ രീതിയിലാണ് ഇപ്പൊ ജനങ്ങൾ ജീവിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. അപ്പൊ എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ? മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പുനരധിവസിപ്പിക്കുക, അല്ല എങ്കിൽ കാട്ടാന ശല്യം ഉണ്ടാകാതിരിക്കാനുള്ള ശാശ്വതമായ നടപടികൾ, ഫെൻസിങ് അടക്കമുള്ള നടപടികൾ സ്ഥാപിക്കുക. ഇതിലേതാണ് വളരെ പെട്ടെന്ന് സാധ്യമാകുന്നത് എന്ന് കരുതുന്നുണ്ടോ സതീഷ്? ഈ നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഈ കാട്ടാന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഫെൻസിങ് നിർബന്ധമായിട്ട് വേണം. ഈ ആനകൾക്ക് കുടിവെള്ളം അവിടെ ഇവരെന്തെങ്കിലും സംവിധാനം ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് വരാതിരിക്കുകയുള്ളൂ. നമ്മൾ നിരവധി ഗ്രാമപഞ്ചായത്തുകളിലും എല്ലാ ഗ്രാമസഭകളിലും എല്ലാം അത് ഉന്നയിക്കുന്നതാണ്. ഈ കാട്ടാനകൾക്ക് താഴേക്ക് ഇറങ്ങാതിരിക്കണമെങ്കിൽ വെള്ളത്തിന് സൗകര്യം അവർക്ക് അവിടെ കിട്ടണം. പിന്നെ ഈ ഇവിടെ മൊത്തം ജനവാസ മേഖലയാണ് സാറേ. ഇവിടെ ഒന്നും മാറി താമസിക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. വേറെ ഇങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അതിലേക്ക് ഫെൻസിങ്ങിന്റെ സൗകര്യം നമുക്ക് ഇട്ട് തരേണ്ടതാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നു, ചോദിക്കുന്നതും അതാണ്. ഈ സ്ഥലം MLA-യും MP ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ? അവിടെയൊക്കെ വരുന്നുണ്ടോ? നിങ്ങളുടെ ഈ പ്രശ്നം അവർ മനസ്സിലാക്കുന്നുണ്ടോ? അതോ 5 കൊല്ലത്തിലൊരിക്കൽ വോട്ട് ചോദിക്കാൻ മാത്രമേ വരുന്നുള്ളൂ? നമ്മൾ നിരന്തരം ഇവരുടെ അടുത്ത് പറയുന്നതാണ്. അവർ ഈ മരണങ്ങൾ നടന്നു കഴിയുമ്പോൾ ഒരു ബൈറ്റ് ഇട്ടിട്ട് പോകുന്നല്ലാണ്ട് ഞാനൊന്നും കാണുന്നില്ല. ഇവർ ഈ മരണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും ഒരു സ്ഥലത്ത് പോലും ഫെൻസിങ് സ്ഥാപിച്ചായിട്ട് നമ്മൾ കേൾവി ഇല്ലാത്തതാണ്. വളരെ ആശങ്കാജനകമായ ജീവിതമാണ് അട്ടപ്പാടി മേഖലയിൽ അവർ നയിക്കുന്നത്. സതീഷിൻ്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. മരണങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും ഇവിടെ അധികാരികൾ ഇടപെടുന്നില്ല, അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ഏത് നിമിഷവും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകാമെന്നുള്ള അവസ്ഥയിലാണ്. ഒരു മെയ് മാസം അവസാനവും അവിടെ ഒരാൾ മരിച്ചിരുന്നു. വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു. അവിടെ ചീരക്കടവിൽ കാട്ടാന ഇറങ്ങി വെള്ളിങ്കിരി എന്ന് പറയുന്ന 40 വയസ്സുകാരൻ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. നാട്ടുകാരാണ് പ്രതികരിച്ചത്.